അങ്ങനെ നല്ല വിശപ്പായപ്പോഴേ ഞങ്ങൾ കയറിയത് ചെറിയ സെറ്റപ്പും പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയ സെറ്റപ്പും ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും വലിയ ഫീല് തരുന്ന മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഊണ് കഴിക്കാൻ അങ്ങനെ കയറി ആദ്യം തന്നെ ഒരു ബീഫ് ഊണിൻ്റെ സൈഡായിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിൽ ഇലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. കറികളെല്ലാം തന്നെ ഒരു പിശുക്കും കാണിക്കാതെ നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ വിളമ്പി തന്നത്. കറികളായിട്ട് ഇലയിലെത്തിയത് കൊണ്ടാട്ടം മുളക്, നാളികേര ചമ്മന്തി, മാങ്ങ അച്ചാറ്, അവിയല്, പരിപ്പും മുരിങ്ങക്കായും, അവസാനമായിട്ട് തോരനും. പിന്നെ എത്തിയത് ഇലയിൽ പ്രധാന വിഭവമായിട്ടുള്ള ചോറും സാമ്പാറുമാണ്. സ്പെഷ്യലായിട്ടുള്ള മീൻ വറുത്തത് ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്നു. അതിൽ നമ്മളൊരു അയില പറഞ്ഞു. അയില കൂടാതെ ഫിഷ് ഫ്രൈ ആയിട്ട് പിലോപ്പി, ചാള തുടങ്ങിയിട്ടുള്ള മീനുകളുണ്ടായി. പിന്നെ നമുക്ക് വരാനുണ്ടായിരുന്നത് പപ്പടമായിരുന്നു. അങ്ങനെ പപ്പടവും വന്നു, അതിൻ്റെ കൂടെ പായസവും ഉണ്ടായിരുന്നു. എല്ലാ വിഭവങ്ങളും ഇലയിലെത്തിയതിന് ശേഷം ചോറിൻ്റെ കൂടെ ഇച്ചിരി പപ്പടവും ഇച്ചിരി മീനിൻ്റെ കഷ്ണവും അതുപോലെ ഇച്ചിരി തോരനും അവിയലും എല്ലാം കൂട്ടി കുഴച്ച് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു രാധമ. നമ്മുടെ ഈ നീള ഹോട്ടലിലെ നോൺ വെജ് ഊണ് അടിപൊളി തന്നെയായിരുന്നു. നന്നായി പൊരിച്ചെടുത്ത ഫിഷ് ഫ്രൈ ആണെങ്കിലും ബീഫാണെങ്കിലും അടാറ് ഐറ്റംസ് തന്നെയായിരുന്നു. എല്ലാ ഹോട്ടലിലും കിട്ടാത്ത നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നന്നായി വരട്ടെടുത്തിട്ട് നല്ല കറുപ്പ് നിറമായിട്ടുള്ള ബീഫായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ബീഫ് കാണുമ്പോൾ നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ കറികളായിട്ടുള്ള തേങ്ങ ചമ്മന്തി ആണെങ്കിലും മാങ്ങ അച്ചാറാണെങ്കിലും അവിയലാണെങ്കിലും പരിപ്പും മുരിങ്ങക്കായ ആണെങ്കിലും അതുപോലെ തോരനാണെങ്കിലും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഞാനൊരു ആദമ്യം കൂടെ അങ്ങനെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് കാലിയായി. കറികൾ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടും കറികൾ കുറച്ചുകൂടെ ബാക്കിയുള്ളത് കൊണ്ടും രണ്ടാമതും കുറച്ചുകൂടെ ചോറ് മേടിച്ച് കഴിച്ചു. അങ്ങനെ അവസാനമായിട്ട് നമ്മുടെ പായസമാണ്, അരിപ്പായസമായിരുന്നു. അവസാനം മധുരം ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു കൊണ്ടാട്ടം ഒന്ന് എടുത്ത് കടിച്ചു രാധമ. തൃശ്ശൂരിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അത്രയും ഫേമസ് ആണ് നമ്മുടെ ഈ നീള ഹോട്ടൽ. നിറയെ ഫാമിലീസ് വരുന്നത് കൊണ്ട് തന്നെ ഫാമിലീസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും അവർ ഹോട്ടലിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റും അതുപോലെ റീസണബിൾ ആയിട്ടുള്ള റേറ്റും ആയതുകൊണ്ടാണ് നിറയെ ആളുകൾ ഇവിടെ വന്നെത്തുന്നതും. രാവിലെ 10:30 മുതൽ ഇവിടെ എല്ലാവിധ നോൺ വെജ് ഐറ്റംസും ലഭിച്ചു തുടങ്ങും. ഇവിടെ രാവിലെ 7 മണി മുതൽ രാത്രി 10:30 വരെ ഓപ്പൺ ആയിരിക്കും. എല്ലാ ഫുഡും വളരെ പെട്ടെന്ന് നല്ല ചൂട്ടോടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതും നമ്മുടെ നീള ഹോട്ടലിന്റെ പ്രത്യേകതയാണ്. ഹോട്ടലിനോട് ചേർന്ന് തന്നെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നീള ഹോട്ടലിന്റെ സ്പോട്ട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് അത്താണി പോകുന്ന റൂട്ടിൽ ശ്രീ കൊട്ടാരം മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞ് തൊട്ട് തന്നെ കോലഴി ഡോക്ടർ പടി സ്റ്റോപ്പിലാണ് നമ്മുടെ ഈ നീള ഹോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ നീള ഹോട്ടലിൽ കയറിയിട്ട് നിങ്ങളെല്ലാവരും ഒരു പൊരി നോൺ വെജ് ഫുഡ് കഴിക്കാട്ടാ.